Hi everyone, welcome to A+ Training Solutions. So നമ്മളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആ ഒരു പാർട്ടാണ് 10th യൂണിറ്റിന്റെ കൾച്ചർ ആൻഡ് സിംബോളിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന 10th യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ടാണ്. അതിന്റെ ബാലൻസ് നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു പാർട്ട് കഴിഞ്ഞിരുന്നു. ഓക്കെ, ദെൻ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which of the following terms is used for the study of symbols and signs? Symbols and signs in the study ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ഏതാണ്? ഓക്കെ, കൃത്യമായിട്ട് നമുക്കറിയാം അല്ലേ? ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ്. എപ്പിമാട്രിക്സ് ആണോ? അല്ല. ലോഗോസെൻട്രിക് അല്ല. സെമിയോട്ടിക്സ് ആണ് ആ ഒരു ടേം. നമ്മൾ സ്റ്റഡി ഓഫ് സിംബൽസ് ആൻഡ് സയൻസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഏതാണ്? സെമിയോട്ടിക്സ്. ഓക്കെ, സോ അതാണ് റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, under the Companies Act 2013, a certain class of profitable companies are required to spend at least dash of their 3-year annual average net profit towards CSR works in a fiscal. അതായത് കമ്പനീസ് ആക്ട് 2013, കമ്പനീസ് ആക്ട് കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. കമ്പനീസ് ആക്ട് 2013 വരുന്ന ഒരു ആക്ട് ആണ്, ഇന്ത്യൻ പാർലമെന്റ് പുറത്തു വിടുന്ന ഒരു ആക്ട് ആണ്. കമ്പനീസ് ആക്ടിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാ അത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ഫ്രോഡിൽ നിന്നും രക്ഷിക്കാനും അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ്, നല്ല രീതിയിലുള്ള ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് കൊണ്ടുവരാനും കൂടിയാണ്. സോ അതിന്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ് CSR വർക്ക്സ്, ടുവാർഡ്സ് CSR വർക്ക്സ് ഇൻ എ ഫിസിക്കൽ, നല്ല രീതിയിൽ പോകാൻ വേണ്ടി. CSR എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിൾ വർക്ക്സ്. അത് നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഈ പ്രോഫിറ്റബിൾ കമ്പനീസ് അറ്റ്ലീസ്റ്റ് എത്ര 3 ഇയറിലെ ആനുവൽ ആവറേജ് നെറ്റിൽ നിന്നും എത്ര ശതമാനം അവർ വിട്ടുകൊടുക്കണം എന്നാണ് പറയുന്നത്. അതാണ് കമ്പനീസ് ആക്ട്. അത് എത്ര ശതമാനമാണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ 2% ആണ്. ഓക്കെ, അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013, a certain class of profitable companies are required to spend at least 2% of their 3-year annual average net profit towards CSR works in a fiscal. ഓക്കെ, 2% ആണ് അതിന്റെ റൈറ്റ് ആൻസർ. അപ്പൊ കമ്പനീസ് ആക്ട് 2013 കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, who has first proposed semiology as a scientific study of science and society? ആരാണ്? സെമിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് നമ്മളെപ്പോഴും പഠിച്ച വ്യക്തി? ഫെർഡിനാൻഡ് ഡിസോസ. ഓക്കെ, സോ ആരായിരിക്കും സെമിയോളജി എന്ന് പറയുന്ന ഒരു സയന്റിഫിക് സ്റ്റഡി പ്രപ്പോസ് ചെയ്തത്? ഫെർഡിനാൻഡ് ഡിസോസ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കോളേഴ്സ് ഹാഡ് കോൺട്രിബ്യൂട്ടഡ് ടു എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ? അപ്പം എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത സ്കോളേഴ്സ് ആരൊക്കെയാണ്? ബേസിൽ ബെർൺസ്റ്റൈൻ, ജെ ലാക്കൻ, സ്റ്റീവ് ബ്രസ്, ബ്രയാൻ സ്റ്റേണർ, പെറി ബോർഡ്യൂ. ഇതിലാരാണ്? നമ്മൾ വായിച്ചതാ അല്ലേ? ബേസിൽ ബെർൺസ്റ്റൈനും അതുപോലെ തന്നെ പെറി ബോർഡ്യൂ ആണ് ആ രണ്ട് സ്കോളേഴ്സ്. എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ബേസിൽ ബെർൺസ്റ്റൈനും പെറി ബോർഡ്യൂ. അതല്ലേ ആൻസർ? എ ആൻഡ് ഇ വരും അല്ലേ? എ ആൻഡ് ഇ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, then who emphasized that any cultural item can be analyzed through a circuit of culture? ഇതിൽ ആരാണ് അങ്ങനെ പറഞ്ഞത്? ഏതൊരു കൾച്ചറൽ ഐറ്റവും നമുക്ക് സർക്യൂട്ട് ഓഫ് കൾച്ചറിലൂടെ അനലൈസ് ചെയ്യാൻ പറ്റും എന്ന്? സ്റ്റുവർട്ട് ഹാൾ അല്ലേ? സ്റ്റുവർട്ട് ഹാൾ, ഡേവിഡ് ഹെൽ, മാക്സ് ഹോക്കൈമർ, TV അഡോർണോ. സ്റ്റുവർട്ട് ഹാൾ ആണ് പറഞ്ഞത് എന്താണ്? ഏതൊരു കൾച്ചറൽ ഐറ്റവും നമുക്കൊരു സർക്യൂട്ട് ഓഫ് കൾച്ചറിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, സോ സ്റ്റുവർട്ട് ഹാൾ. സർക്യൂട്ട് ഓഫ് കൾച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ മതി. സ്റ്റുവർട്ട് ഹാൾ. ഓക്കെ, then according to our values, the 3 broad categories, world affirming, world rejecting and world accommodating movements are associated with which of the following? നമ്മൾ കൃത്യമായിട്ട് ഇത് ഒരുപാട് വട്ടം പറഞ്ഞതാണ്. ഏത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന വേൾഡ് അഫീമിങ്, വേൾഡ് റിജക്റ്റിംഗ്, വേൾഡ് അക്കോമഡേറ്റിംഗ് മൂവ്മെന്റ്സ് വരുന്നത്? ആർ വാലീസ്, റോയ് വാലീസിന്റെ. സിമ്പിൾ ആണ് അല്ലേ? ന്യൂ റിലീജിയസ് മൂവ്മെന്റുമായിട്ടല്ലേ വരുന്നത്? ന്യൂ റിലീജിയസ് മൂവ്മെന്റിന്റെ ആർ വാലീസ് നടത്തിയൊരു ടൈപ്പോളജിയാണ് വേൾഡ് അഫീമിങ്, അതുപോലെ തന്നെ വേൾഡ് റിജക്റ്റിംഗ് ആൻഡ് വേൾഡ് അക്കോമഡേറ്റിംഗ് മൂവ്മെന്റ്സ്. ഓക്കെ, സോ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ന്യൂ റിലീജിയസ് മൂവ്മെന്റ്സ്. ന്യൂ റിലീജിയസ് മൂവ്മെന്റ്സ് ആണ് അതിന്റെ റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എനി സിഗ്നിഫയർ which signifies a concept or meaning. മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സിഗ്നിഫൈഡ് എന്ന് നമ്മൾ പറയും. is called, ഇതിലേതാണ്? any signifier which signifies a concept or meaning is called
ഒരു മീനിങ്ങോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റോ ഉണ്ടാക്കിയെടുക്കുന്ന ഏതെങ്കിലും ഒരു സിഗ്നിഫയറിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഒബ്ജക്റ്റ്, ഇമേജ്, സൈന്, സിമ്പൽ. എന്തായിരിക്കും നോക്ക്? ഒബ്ജക്റ്റ് ആണോ, ഇമേജ് ആണോ, സൈൻ ആണോ, സിമ്പൽ ആണോ? സൈൻ അല്ലേ? ആണ്, സൈൻ ആണ് അതിന്റെ റൈറ്റ് ആൻസർ. സൈൻ ഈസ് ദ സിഗ്നിഫയർ. സൈനിനെ തന്നെയാണ് നമ്മൾ സിഗ്നിഫയർ എന്ന് പറയുന്നത്. അതിന്റെ സിഗ്നിഫയർ ഏതെങ്കിലും ഒരു സിഗ്നിഫയർ, അതായത് ഒരു കൺസെപ്റ്റോ ഒരു മീനിങ്ങോ സിഗ്നിഫൈസ് ചെയ്യുന്ന അല്ല ഏതെങ്കിലും ഒരു സിഗ്നിഫയറിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? സൈൻ എന്നാണ് പറയുന്നത്. സോ സൈൻ, ഈ സിഗ്നിഫയർ, സിഗ്നിഫൈഡ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. സൈന്, സിമ്പൽ, സിഗ്നിഫയർ, സിഗ്നിഫൈഡ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് അത് ആ ഇമ്പോർട്ടൻറ്റ് പോർഷനിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ സെമിയോളജി അല്ലെങ്കിൽ സെമിയോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പോർഷനാണത്. ഓക്കെ, then next, the symbol deals with. സിമ്പൽ എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? The symbol deals with transmission of a message, deviation of a message, restriction of a message, dilution of a message. എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ അല്ലേ? സിമ്പൽ ഡീൽസ് വിത്ത് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് അല്ലേ? ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജിന് വേണ്ടിയാണ് നമ്മൾ സിമ്പൽ യൂസ് ചെയ്യുന്നത്. സോ ദ സിമ്പൽ ഡീൽസ് വിത്ത് ട്രാൻസ്മിഷൻ ഓഫ് എ മെസ്സേജ്. ഓക്കെ, then which dimension of secularism stated by T.N. Madan is not true? ഇതിൽ T.N. Madan പറഞ്ഞതിൽ ഏതാണ് ശരിയല്ലാത്തത്? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കണേ. ഈസ് നോട്ട് ട്രൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം എപ്പോഴും. ഇപ്പം നമുക്ക് ഓപ്ഷൻ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയല്ലാത്തത്? സെക്യുലറിസം. T.N. Madan പറഞ്ഞ സെക്യുലറിസത്തിൽ വരാത്തത് ഏതാണ്? ദ സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം റിലീജിയൻ, partial treatment of some communities by the state, approaching religious beliefs in a spirit of objective rationality, ensuring a just standard of living for all people irrespective of community. ഇതിൽ ഏതാണ് T.N. Madan പറയാത്തത്? പാർഷ്യൽ ട്രീറ്റ്മെന്റ് ഓഫ് സം കമ്മ്യൂണിറ്റീസ് ബൈ ദ സ്റ്റേറ്റ്. ഇത് T.N. Madan പറഞ്ഞിട്ടില്ല. അദ്ദേഹം സെക്യുലറിസം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പറയാത്ത കാര്യമാണ് പാർഷ്യൽ ട്രീറ്റ്മെന്റ് ഓഫ് സം കമ്മ്യൂണിറ്റീസ് ബൈ ദ സ്റ്റേറ്റ്. ചില സ്റ്റേറ്റിന്റെ ഈ പറയുന്ന പാർഷ്യൽ ട്രീറ്റ്മെന്റ്, സ്റ്റേറ്റിന്റെ ചില കമ്മ്യൂണിറ്റീസ് കൊടുക്കുന്ന പാർഷ്യൽ ട്രീറ്റ്മെന്റ്, അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം റിലീജിയൻ, സെക്യുലറിസത്തിൽ വരുന്നതാണ്. അപ്രോച്ചിങ് റിലീജിയസ് ബിലീഫ്സ് ഇൻ എ സ്പിരിറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് റാഷണാലിറ്റി, ശരിയാണ്. ഒരു ഒബ്ജക്റ്റീവ് റാഷണാലിറ്റി രീതിയിൽ റിലീജിയസ് ബിലീഫ്സിനെ അപ്രോച്ച് ചെയ്യുക. എൻഷുറിങ് എ ജസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഫോർ ഓൾ പീപ്പിൾ ഇറസ്പെക്റ്റീവ് ഓഫ് കമ്മ്യൂണിറ്റി. ഇത് മൂന്നുമാണ് ശരി. അപ്പൊ രണ്ട് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, then which one is the common element in most conceptions of piety? പിയത്തിയിലെ most conceptions ഏതാണ് ഇതിൽ വരുന്നത്? which one is the most common element in the most conceptions of piety? പിയത്തിയിൽ വരുന്ന ഏതാണ്? പ്രൈഡ്നെസ് ആണോ, വിസ്ഡം ആണോ, ഹ്യൂമിലിറ്റി ആണോ, സൂപ്പർസ്റ്റീഷ്യസ് ആണോ? ഹ്യൂമിലിറ്റി അല്ലേ? ഹ്യൂമിലിറ്റി ആണ് അതിൻ്റെ ഒരു മോസ്റ്റ് കോമൺ എലമെന്റ്. അതെ, ഹ്യൂമിലിറ്റി ആണ് ഇതിൽ വരുന്നത്. മോസ്റ്റ് കോൺസെപ്ഷൻസ് ഓഫ് പിയത്തി, പിയത്തിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഹ്യൂമിലിറ്റി ആണ് മെയിൻ ആയിട്ടുള്ള ഒരു കോമൺ എലമെന്റ്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് അടുത്ത നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് 10 ക്വസ്റ്റ്യൻസ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിനു മുമ്പ് ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ ഈ ഒരു ഏരിയ എന്ന്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസിൽ വരുന്ന കുറച്ച് ഏരിയകളുണ്ടല്ലോ, ആ ഏരിയകൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു യൂണിറ്റിൽ നിന്നും നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് കുറെ കൂടെ ഡീപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പോർഷൻസ്. നിങ്ങൾ ഓൾറെഡി ഒരു ക്ലാസ് കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഓരോ ടേമുകളും കൺസെപ്റ്റുകളും ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഒന്നും കൂടെ വരും, നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ആ നോട്ടിൽ തന്നെ നിങ്ങൾ ബാക്ക് ടു നോട്ട് പോയിട്ട് ഒന്നും കൂടെ ഒന്ന് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു കാര്യം മനസ്സിൽ തന്നെ ഉറച്ചു നിൽക്കും. നിങ്ങൾക്ക് അത് ഇനി മറന്നു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.